മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നെവിൻ വരുന്നത്. നെവിൻ അനുമോളോട് പറയണം, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മുടെ ടോമാഞ്ചറി മിസ് ചെയ്യുന്നുണ്ട് അനുമോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, വെറുതെ അല്ല നിൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ട് എന്ന്. എന്ത് പ്രകാശം ഉണ്ടെന്നോ? ഇല്ല അനുമോളെ, ഞാൻ സത്യത്തിൽ കാര്യത്തിലാണ് പറഞ്ഞതെന്ന് നെവിൻ അനുമോളോട് പറയുന്നുണ്ട്. പക്ഷേ അനുമോൾ മിണ്ടുന്നൊന്നുമില്ല. ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട്, കറികളെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നൂറേനോടും ആദിലനോടും പോയി പറയുന്നുണ്ട്, ചോറ് വെന്തോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നെവിൻ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ സാബുമാനെ വിളിക്കുന്നുണ്ട്. ആദില വിളിക്കുന്ന നാരു എന്നാണ് വിളിക്കുന്നത്, നാരദൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ സമയത്ത് സാബുമാൻ എന്താണെങ്കിലും പോകുന്നില്ല. ആദില വരുന്ന സമയത്ത് അനീഷേട്ടൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. അനീഷേട്ടൻ വന്നിട്ട് ചോറ് വെന്തോന്ന് നോക്കുന്നുണ്ട്. അനുമോൾ അവിടെ പാത്രം കഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അനുമോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റായ രീതിയിൽ മാനേജ് ചെയ്യാനും ആ പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കാനും കഴിവുള്ള ഒരു വ്യക്തി അനീഷേട്ടൻ തന്നെയാണ്. അത് ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്രശ്നത്തെ വീണ്ടും വീണ്ടും കുത്തി ആ പ്രശ്നത്തെ വലുതാക്കാതെ ആ പ്രശ്നം എല്ലാവരും പറഞ്ഞു തീർന്നു, അതവിടെ നിർത്തുക എന്നാണ് ഇന്നലെ അനീഷേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറ അനുമോളുടെ ആ ഒരു വിഷയം കറക്റ്റായിട്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തത്. ക്യാപ്റ്റനായി നൂറയ്ക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും ആ പ്രശ്നത്തെ ആദിലയുടെ ഭാഗത്തെയും നൂറയുടെ ഭാഗത്തെയും ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അനീഷേട്ടൻ എപ്പോഴും കൂടി ഉണ്ടെന്ന് ഇന്ന് തെളിയിച്ചു. കാരണം ടാസ്കിലാണെങ്കിലും ശരി അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അനീഷേട്ടനാണ് ഔട്ടായത്.